നമ്മളെ വിലയിരുത്തുക. എനിക്ക് ഒരു ഗ്രൂപ്പിൽ വോയിസിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടോ, എനിക്ക് പേടിയുണ്ടോ, ഒരു മീറ്റിംഗിൽ സംസാരിക്കാൻ എനിക്ക് പേടിയുണ്ടോ, അതോ എനിക്ക് മീറ്റിംഗിൽ പറയാൻ മടിയാണോ ഉള്ളത്? നിങ്ങൾ സ്വയം ചോദിക്കട്ടെ. ഞാൻ രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കാം. മടിയാണോ, പേടിയാണോ, അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും ശരിയല്ല, അതിനൊന്നും ഇപ്പം വേണ്ട, മടി പേടിയൊന്നുമില്ല പക്ഷെ അതൊന്നും ശരിയല്ല എന്ന തോന്നലാണോ, അതോ എന്നെ കൊണ്ട് കഴിയൂല എന്നുള്ള തോന്നലാണോ? ഏതാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഘടകം, നമ്മളെ സ്റ്റക്ക് ചെയ്യുന്ന ഘടകം എന്താണ് നമ്മൾ വിലയിരുത്തുന്നത്? അതെന്തിനൊക്കെ? ഗ്രൂപ്പിൽ വോയിസിൽ വരിക എന്നുള്ളത് നിങ്ങളുടെ ലീഡർഷിപ്പിനെ വളർത്താൻ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങളുടെ കോൺഫിഡൻസ് വളർത്താൻ ഇതിനേക്കാൾ വലിയ സാധനമൊന്നും തുടക്കക്കാർക്കില്ല. പിന്നെ പിന്നെ നമ്മളൊരു ഗ്രൂപ്പിൽ വോയിസിൽ, നമ്മൾ ഗ്രൂപ്പിൽ ഒരു സൂം മീറ്റിംഗിൽ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ റിസൾട്ട്, അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നമ്മുടെ ലീഡർ വിളിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വരാൻ നമുക്ക് ഈ പറഞ്ഞ പേടിയാണോ, അതല്ല എന്താ പറയാ വേണ്ടാന്നാണോ, അതല്ല മടിയാണോ, എന്താണെന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. അവിടെ നമുക്ക് അതിനെ മാറ്റിമറിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, നമ്മളെ കൊണ്ട് സാധിക്കണം. ഒരു കഷണ്ടിക്കാരനോട് ഒരു എങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് കഷണ്ടി അതിൽ വിഷമമുണ്ടോ ചോദിച്ചു. കഷണ്ടി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എല്ലാവർക്കും അറിയില്ല. കഷണ്ടി എന്ന് പറഞ്ഞാൽ മുടി തലയിലില്ലാത്ത സംഭവം. ഓക്കെ. ആ, നിങ്ങൾക്ക് പിന്നെ കഷണ്ടി അതിൽ വിഷമമുണ്ടോ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനിപ്പോ എന്തിനു വിഷമിക്കണം, ഞാൻ ഒരു ദിവസം ആകെ 2 നേരം ഞാൻ എന്റെ കഷണ്ടി കാണുള്ളൂ, ബാക്കിയുള്ള ദിവസമൊക്കെ ആൾക്കാരെ നാട്ടുകാരെ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് വല്ല വിഷമമൊന്നുമില്ല. ഓലല്ല വിഷമിക്കേണ്ടത്, കാരണം ഓലല്ല ബാക്കിയുള്ള നേരത്തൊക്കെ കാണേണ്ടത്. ഓല വിഷമാണ്, അത് ഓലായി ഓല പാടായി. ഞാൻ ആകെ 2 നേരം കാണുള്ളൂ, കാരണം രാവിലെയും വൈകുന്നേരം ഞാൻ കുളിച്ച് മുടി വാരുന്ന സമയത്ത് ഞാൻ കാണുള്ളൂ, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. എത്ര സിമ്പിളാണ് ആൻസർ, എത്ര സിമ്പിളാണ് ആൻസർ, എത്ര സിമ്പിളാണ് ആൻസർ. കാരണം ഇങ്ങനെ കാണാനുള്ളൂ ചില സാധനങ്ങളെ. നമ്മളിപ്പോ ഒരു വോയിസ് ഇട്ടു, തെറ്റി, നിങ്ങളാണ് കേൾക്കണത് അതോ വേറുള്ളവരാ കേൾക്കണത്? തെറ്റ ഓക്കെ, അത് നല്ലേ. കാരണം എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് വളരണം, എനിക്ക് ആ തെറ്റുകൾ, ഇന്ന് തെറ്റുണ്ടെങ്കിൽ നാളെ അത് റെഡിയാക്കണം. തെറ്റുമെന്ന പേടിയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ കേൾക്കുമ്പോ, മറ്റോ കാണുമ്പോ, ഒരു ഒലയ്ക്ക് ഒരു ചുക്കും വരാനില്ല, ഒന്നും വരാനില്ല, ഒന്നും വരാനില്ല, ഒന്നും വരാനില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ അവിടെ വല്ല വല്ല സംഭവം വരാണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളെ മനസ്സിലേക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ വരും എന്നുള്ളത്? ആരെങ്കിലും നിങ്ങളെ പിടിച്ച് പുറത്താക്കോ ഗ്രൂപ്പിൽ നിന്ന്, അല്ലെങ്കിൽ മോഡിക്കറിന്ന് പുറത്താക്കോ? സത്യത്തിൽ നമ്മൾ ചെയ്യാത്തതിന്റെ കാരണം, നമ്മൾ വളരാത്തതിന്റെ കാരണം, നമ്മൾ ചെയ്യാത്തതിന്റെ കാരണം, നമ്മൾ വളരാത്തതിന്റെ കാരണം നമ്മുടെ സംശയവും പേടിയുമാണ്. രണ്ടുണ്ട്, രണ്ടാണ്, രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ വിലയിരുത്തുകയാണ്. നമ്മളിപ്പോ ഈ പ്രോഗ്രാമിലുടനീളം നമ്മൾ നമ്മളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടീമിനെ വിലയിരുത്തണ്ട, നിങ്ങൾ നിങ്ങളുടെ അപ്ലീനെ വിലയിരുത്തണ്ട, ആരും വിലയിരുത്തണ്ട. ഞാൻ എന്നെ വിലയിരുത്തുന്നു, നിങ്ങൾ നിങ്ങളെ വിലയിരുത്തുന്നു. നമ്മളുടെ യഥാർത്ഥ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളാണ്. അതിൽ നമ്മുടെ പേടിയും, നമ്മുടെ എന്താണ്, പേടിയും സംശയവുമാണ്, ഡൗട്ട്. ഈ 2 സാധനം. നമുക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മനസ്സിലാക്കി, ഇപ്പൊ എവിടെ എത്ര ആളുണ്ട്? 47. ഈ 47 ആളുകൾക്കും ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹത്തിനേക്കാൾ മുന്നിൽ എന്തുണ്ട്? അതിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് എന്താണ്? നമ്മുടെ പേടിയോ സംശയമോ ആണ്. ആഗ്രഹമുണ്ട്, ആഗ്രഹമില്ലാത്ത ഒരാളും ഇവിടെ ഇല്ല. എന്നാ അതിന്റെ മുന്നിൽ പേടിയുണ്ട്, സംശയമുണ്ട്. സത്യത്തിൽ നമ്മളെ മനസ്സ് എടുക്കുന്നൊരു പണി എന്താണെന്നറിയോ? നമ്മളെ മനസ്സെടുക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ, ഏതാണോ കൂടുതൽ അതിന്റെ കൂടെ പോകും. ഏതാണോ കൂടുതൽ അതിന്റെ കൂടെ. നമ്മുടെ മനസ്സെന്നല്ല, ഈ പ്രപഞ്ചവും എല്ലാം, നമ്മുടെ ചുറ്റുഭാഗം മുഴുവനും ഏതാണോ കൂടുതൽ അതിന്റെ കൂടെ പോകും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തിനേക്കാൾ വലുതാണ് നിങ്ങളുടെ ഉള്ളിലെ പേടിയും നിങ്ങളുടെ സംശയവും. മോഡിക്ക് ഒരു ബിസിനസ്സിൽ ഇപ്പൊ ഞാൻ വിജയിക്കുമോ, ഞാനിപ്പോ ഇവിടെ രക്ഷപ്പെടുവോ, ഞാനിപ്പോ ഡയറക്ടർ ആവുമോ, ഞാൻ SCD ആവുമോ, ഞാൻ പ്ലാറ്റിനം ആവുമോ, എനിക്ക് ഇതിലൊരു മില്യണറൊക്കെ ആകാൻ കഴിയുമോ, 50,000 എനിക്ക് വരുമാനം വാങ്ങാൻ സാധിക്കുമോ,
സംശയം കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ വോയിസ് പേടിയാ, മടി. ലീഡർ മീറ്റിംഗിൽ സംസാരിക്കാൻ പറഞ്ഞാലും പേടി, മടി. എന്തപ്പോ ചെയ്യാ? ഈ രണ്ട് സാധനങ്ങളും കൂടിയും ഇതാണ് നമ്മളുടെ ആഗ്രഹത്തിനേക്കാൾ കൂടുതൽ കിടക്കുന്നത്. ആണോ അല്ലേ നമ്മൾ വിലയിരുത്തണം. ഇതാണ് ആഗ്രഹത്തിനേക്കാൾ, നിങ്ങളുടെ സ്വപ്നത്തിനേക്കാൾ മികച്ചു നിൽക്കുന്നത് ഈ സാധനമാണെങ്കിൽ മനസ്സ് എന്ത് കൊണ്ടുപോകുന്നറിയോ? മറ്റേ കൂടെ കൂടും. ആഗ്രഹത്തിന്റെ അല്ല, പിന്നെ പേടിയുടെയും പിന്നെ സംശയത്തിന്റെയും കൂടെ കൂടും. അതല്ല, നിങ്ങളുടെ ആഗ്രഹത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹമാണ് വലുതെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹമാണ് വലുതെങ്കിൽ വരുമ്പോ കൂടെ വരുന്നുണ്ട്. ഇത് കൊണ്ട് സാധനം കൊണ്ടാണ്ടിട്ടാ. ഏത് സാധനം കൊണ്ടണ്ടി? ഞാൻ കൊണ്ടണോ? സോറി, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. സൗണ്ട് ശ്രദ്ധിച്ചോളി. കാരണം ഇത് സാധനം ആയതുകൊണ്ട് തിരക്കടില്ല. വേറെ എന്തെങ്കിലും നിങ്ങൾ ആലോചിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, എല്ലാവരും കേൾക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? അത് നമ്മളെ മൈൻഡ് പോയി. നമ്മൾ ആഗ്രഹത്തിന്റെ കൂടെ പോയാൽ യെസ് യെസ് ആഗ്രഹവും, ഞാനിത് ഇങ്ങനെ തന്നെ പറഞ്ഞു തരാം, മറ്റേ വിഷയം തരാം ഇങ്ങനെ തന്നെ പറഞ്ഞത്. നിങ്ങൾ നല്ലോണം ഇത് മനസ്സിലാക്കണം. വളരെ ഡേഞ്ചറാണ്. നമ്മളുടെ അവിടെ അൺമ്യൂട്ട് ബട്ടൺ ഓണായി കിടക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിന്നെ ഭാര്യ പുതിയാപ്പളിനോട്, അബ്ദുറഹ്മാൻ ചിലപ്പോൾ ഭാര്യ ചൂടാണൊക്കെ കേൾക്കണം. ഞങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് എന്തൊക്കെ അവസ്ഥ. ഒരു എക്സാമ്പിൾ. അല്ലെങ്കിൽ അങ്ങോട്ട് കൂടെ, കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തെ എന്ത് ചെയ്യണം? ഈ പേടിയേക്കാളും ഈ സംശയത്തിനേക്കാളും കൂടുതൽ കൂട്ടുകയോ അല്ലെങ്കിൽ പേടിയെയും സംശയത്തെയും കുറക്കുകയോ ചെയ്യണം. രണ്ടിൽ എന്ത് ചെയ്യണം നടക്കും. ഇന്നിപ്പോ ഈ പ്രോഗ്രാം കൊടുക്കാന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് മടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ സത്യത്തിൽ ഇന്ന് രാവിലെ ആലോചിച്ചിരുന്നു, വേണോ വേണ്ടേ? സത്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. ഇന്നിപ്പോ കണ്ട് ഒഴിവാക്കിയാൽ കുറച്ചേരം നല്ലൊരു ഉറക്കം ഉറങ്ങിയിരുന്നു. നല്ല സുഖ. പള്ളിക്കുന്നൊക്കെ വന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് റാത്തായിട്ട് അടിപൊളിയായിട്ട് സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു വേണോ വേണ്ടെന്ന്. എല്ലാരും ജിഷ സർ ഇന്നലെ ആ പ്രോഗ്രാം അവിടെ നടത്തിയപ്പോ, നമ്മുടെ പ്രോഗ്രാം നടത്തിയപ്പം പലവട്ടം അവർ ആലോചിച്ചിട്ടുണ്ടാവും വേണോ വേണ്ടേ. ഇത്രയും വലിയൊരു എമൗണ്ട് വരുന്ന, ഒരു വലിയൊരു കോസ്റ്റ് വരുന്ന അതിലേക്ക് ആളുകളെ എത്തിക്കാൻ പറ്റുമോ? പ്രോഗ്രാം വിജയിപ്പിക്കാൻ സാധിക്കുമോ? ചിന്തിച്ചിട്ടുണ്ടാവും, ഉറപ്പാ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഉണ്ടായിരുന്നു. പക്ഷെ ആ മടിയെ അല്ലെങ്കിൽ ആ സംശയത്തെ മാറ്റുന്നതിന് മുകളിലേക്ക് എൻ്റെ ആഗ്രഹം വലുതായിരുന്നു. അതുകൊണ്ട് നോ, ഇത് രക്ഷയില്ല, നടത്തണം. ഇത് തുടരുന്നതാണ്, ഇത് തുടരണം. നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. മടിയും പേടിയും സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ആരപ്പം അതൊന്നും ഇല്ലാത്തൂല് മനുഷ്യന്മാരല്ല ഇപ്പൊ നമ്മളൊക്കെ ആണ്. അതുകൊണ്ട് ഈ സാധനം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിനെ മറികടക്കുന്ന ആഗ്രഹം നമുക്കുണ്ടായേ പറ്റൂ. അപ്പൊ ഈ സാധനം എന്ത് ചെയ്യും? നമ്മുടെ ആ വലതുഭാഗമായിട്ട് കയറിപ്പോകും. ഇതിങ്ങോട്ട് താകും. ഇതിങ്ങോട്ട് താകുമ്പോ പലതും ചെയ്യണമെന്നും അവിടെ പോണമെന്നും ഇവനോട് പറയണമെന്നും ഇങ്ങനെ ഇരുന്നാ പറ്റൂലെന്നും കിടന്നാ പറ്റൂലെന്നും ഒന്ന് ഉഷാറാവണമെന്നും ആളുകൾക്ക് വിളിക്കണമെന്നും മെസ്സേജ് അയക്കണമെന്നും ഇതൊക്കെ നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ പണിയാണ്ടെടുക്കും, റിസൾട്ട് വരും ചെയ്യും. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്, നമ്മളുടെ മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഒരു ഒന്ന് നല്ലോണം ശരിക്കും ഈ വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കണം, നല്ലോണം ചിന്തിക്കണം. നിങ്ങളെ ലീഡർ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. പേടി ഉണ്ടാവും. ഞാൻ ഇപ്പൊ പറഞ്ഞാലിപ്പോ തെറ്റുമോ, അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം മോശമാവോ, വീഡിയോ ഓൺ ചെയ്യണം, വീഡിയോ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞതന്നെ ഇപ്പൊ വീണ്ടും പറയോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞതന്നല്ലേ ഇപ്രാവശ്യം പറയേണ്ടത്, അപ്പൊ വീണ്ടും വീണ്ടും പറയുമ്പോൾ മോശം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ മികച്ചു നിൽക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹമായിരിക്കും. എനിക്ക് വളരണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് വളരണം, എന്നിൽ ഒരു പുതിയ ഒരു എന്താ പറയാ, ഒരു പ്രോഗ്രസ് ഉണ്ടാവണം. അതിനു വേണ്ടി എൻ്റെ ഈ മടിയെയും പേടിയെയും ഞാൻ മാറ്റണം. അപ്പൊ യെസ് ഞാനുണ്ട്, യെസ് ഞാനുണ്ട്. ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. കോഴിക്കോട് ഒക്ടോബർ 19 പ്രോഗ്രാം വരുന്നു. പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് മുന്നിൽ എന്താണ്? ഇപ്പൊ അവിടെ പോകണം, കോഴിക്കോട് വരെ പോകണം, ടിക്കറ്റ് എടുക്കണം, ആരെങ്കിലും കൊണ്ടുപോകണം,
അവിടുന്ന് ഇടയിൽ പോണ വഴിയിൽ ചിലപ്പോൾ എന്തുണ്ടാവും, പിന്നെ ബ്ലോക്ക് ഉണ്ടാവും, സമയം എടുക്കും, ഇങ്ങനെ കുറേ വിഷയങ്ങൾ നമുക്കുണ്ടാവും. ഇന്നലെ പ്രോഗ്രാമിൽ പോകുന്ന സമയത്തും ഇതൊക്കെ ഉണ്ട്. ഇതിനെ വകഞ്ഞു മാറ്റിയവർ ഇന്നലെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഇതിനൊക്കെ മാറ്റിമറിച്ചവർ ഇന്നലെ പ്രോഗ്രാം ഹാളിൽ എത്തി. അവർക്കും നിങ്ങൾക്ക് ഇതിൽ പ്രോഗ്രാം ഹാളിൽ പങ്കെടുക്കാത്ത എന്നെ പോലുള്ള നിങ്ങൾക്കൊക്കെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് ഇന്നലെ ആ പ്രോഗ്രാമിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയത്. ഇവരൊന്നും ഫ്രീയാ നിങ്ങൾ വിചാരിക്കേ വേണ്ട. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമായ വിചാരമായിരിക്കും. എല്ലാവരും നിങ്ങളെപ്പോലെ തിരക്കുള്ളവര്, കല്യാണമുള്ളവര്, കുടിയിരിക്കലുള്ളവര്, മുടാഴ്ചയിലുള്ളവര്, പോകാൻ പറ്റാത്തവര്, മറ്റേത് മറിച്ച് ഇല്ല. പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചു? അവരെ ഈ ആഗ്രഹം മികച്ചു നിന്നു. അവരുടെ സംശയവും പേടിയും കുറച്ച് താന്നു. പേടി, മടി, സംശയം താന്നു. അപ്പൊ എന്തായി? ആ സംഭവിച്ചപ്പോ എന്താ സംഭവിച്ചെന്ന് ആ പ്രോഗ്രാമിൽ പോയത് കൊണ്ട് സംഭവിച്ചെന്ന് അറിയോ? പോകാത്ത ആളുകളെ അപേക്ഷിച്ച് എന്താ സംഭവിച്ചെന്നറിയോ? എനിക്കുറപ്പുണ്ട് അവര് ശക്തമായൊരു തീരുമാനം എടുത്തിട്ടാണ് ആ പ്രോഗ്രാം ഹാൾ വിട്ടു പോന്നിട്ടുള്ളത്. നമ്മൾ മിന്നാന്നത്തെ പോലെ തന്നെ ഇന്നലത്തെ പോലെ തന്നെ നിന്നു, ഇന്നത്തെ പോലെ തന്നെ ഇപ്പൊ നാളത്തെ പോലെ തന്നെ മറ്റന്നാളി. എനി ചേഞ്ച്? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹായ് പറഞ്ഞണി. സാർ ഞാനൊരു കച്ചവടത്തിലാ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. മോദിക്കാരുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരാൾ വീട്ടിൽ വന്നതാ. ഓക്കെ, എക്സലന്റ്. ഓക്കെ, നടക്കട്ടെ. അപ്പോ നമ്മൾ പറഞ്ഞെടുത്ത് ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്തോളി. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ നോക്കിയത്. കാരണം എനിക്ക് തന്നെ ഒരു തോന്നല് നിങ്ങളൊക്കെ ഇവിടെ പോയോ. കാരണം ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞ മായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഇതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളിവിടെ സ്റ്റെക്കാണ്. നമ്മൾ സ്റ്റെക്ക് ആവാനുള്ള കാരണം ഈ പറഞ്ഞ സാധനങ്ങളാണ്. ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ഈ സ്റ്റെക്കാണ്. ഈ സ്റ്റെക്കിന്ന് മാറണം. ഇന്നലെ ആ പ്രോഗ്രാമിൽ പോയി വന്ന ആളുകൾക്ക് അവരെ സ്റ്റെക്ക് പോയി. ഒരുപാട് അവരെ സ്റ്റെക്ക് പോയി. ഉറപ്പാണ്. പ്രോഗ്രാം പോകാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പോലെ മിന്നാന്നും നാളെന്നാളും ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ഒരേ